എല്ലാവർക്കും നമസ്കാരം. 2026 ജൂൺ 8 ചേർന്ന കേരള PSCയുടെ കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം പുതിയ കുറേ റിക്രൂട്ട്മെന്റ്സ് വിളിക്കുന്നുണ്ട്. കേരള PSCയുടെ വരാൻ പോകുന്ന ഗസ്റ്റഡിലാണ് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വിളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കേരള പോലീസിന്റെ CPO സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ WCPO തുടങ്ങിയ റിക്രൂട്ട്മെന്റ്സിന്റെ എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് 10 ഡേയ്സിന്റെ പ്രാക്ടീസ് സെക്ഷനും മാരത്തോൺ സെക്ഷൻ വീഡിയോ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം മലയാളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരാൻ പോകുന്ന ഗസ്റ്റഡിലാണ് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്കിതിൽ ഉള്ളതെന്ന് നോക്കാം. സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്. LSTD ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ സെക്രട്ടറി, അത് ബൈ ട്രാൻസ്ഫർ ആണ്, തസ്തിക മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ വിളിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിക്കുന്നുണ്ട്. ലാൻഡ് ജിയോളജിസ്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്. കേരള സംസ്ഥാന ജലവകുപ്പിൽ ബോർഡ് റാങ്ക് വിളിക്കുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഫിറ്റർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ അപ്ഹോൾസ്റ്റർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്. കൂടാതെ ധാരാളം പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നത്. സോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി വരുന്ന ഗസ്റ്റഡിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ ഏകദേശം 29 കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് റിലീസ് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കൂടി ചെയ്യാം. ഇതിൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്